അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി മാജിക് ഹെൽത്ത് കെയർ വീഡിയോ ആണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. നമ്മൾ ഏറ്റവും കൂടുതൽ കെയറിങ് കൊടുക്കുന്ന ഒന്നാണ് നമ്മുടെ മുടി പൊഴിച്ചിലാണെങ്കിലും അതുപോലെ നര മാറ്റാനാണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുന്നവരാണ് നമ്മളെല്ലാവരും. മുടി പൊഴിച്ചിലൊക്കെ മാറ്റി നരയൊക്കെ മാറ്റുന്നതിനുള്ള ഒരു പരിഹാരമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളതാണ് കുറച്ച് ചകിരി. അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു തേങ്ങയാണ്. ഇപ്പം തേങ്ങയിൽ നിന്നും നമുക്ക് ഈ ചകിരി ഒന്ന് അടർത്തിയെടുക്കാം. ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തൊണ്ട് നിന്നും ചകിരി എടുത്തിട്ടുണ്ട്. തൊണ്ടിൽ നിന്നും ചകിരി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങയിൽ നിന്നും അടർത്തി ചകിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തേങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ കടയിൽ നിന്നും തേങ്ങ വാങ്ങുമ്പോൾ അതിൻ്റെ മൂട്ടിൽ ഈ ചകിരി ഉണ്ടാവും. അപ്പോൾ 2-3 തേങ്ങയിൽ നിന്നും ചകിരി നമുക്ക് അടർത്തിയെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഈ ചകിരി ഒന്ന് കരിയിച്ചെടുക്കണം. കരിയിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പഴയ പാത്രമാണ് നമുക്ക് എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ ഒരു പഴയ ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇരുമ്പ് ചട്ടി ആകുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പഴകിയ പാത്രം തന്നെ എടുക്കുക. ഇപ്പോൾ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. മീഡിയം ടു ഹൈ ഫ്ലെയിം വയ്ക്കുക. ഈ ചകിരി നമുക്ക് ഈ ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കുക. നല്ലോണം ചൂടായി അടിഭാഗമൊക്കെ നല്ലോണം ഒന്ന് കരിഞ്ഞു വരും. നല്ലോണം ഇതുപോലെ കനലാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പാത്രം വെച്ചിട്ട് മൂടിക്കൊടുക്കുക. എന്നിട്ട് അത് പുറത്ത് കൊണ്ടുവയ്ക്കുക. നല്ല പുകയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ പുറത്തിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. പുറത്ത് അടുപ്പ് കൂട്ടി ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുക. നല്ല പുകയുണ്ടാവും, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് കനൽ വരുന്ന സമയത്ത് ഒരു അടപ്പ് വെച്ചിട്ട് മൂടി നമ്മൾ പുറത്ത് കൊണ്ട് വയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചിട്ട് വേണം ഈ ചകിരി ഒന്ന് കരിയിച്ചെടുക്കുക. നമുക്ക് ഈ ചകിരി ഒന്ന് കരിയിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ തീ കത്തിച്ചിട്ട് നമുക്ക് പുറത്ത് വെച്ച് കരിയിച്ചെടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ അടുപ്പ് കൂട്ടിയിട്ട് നമ്മൾ ചകിരി ഒന്ന് കരിച്ചെടുക്കുക. എങ്ങനെയായാലും ചകിരി ഒന്ന് നമുക്ക് കരിഞ്ഞ് കിട്ടണം. അപ്പോൾ ചകിരി നമ്മൾ നല്ലോണം ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഈ അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം ഇതിൻ്റെ ചൂടൊക്കെ മാറി. ഇപ്പോൾ കണ്ടില്ലേ, ചകിരി എല്ലാം കരിഞ്ഞ് നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചകിരിയുടെ ചെറിയ ചെറിയ അംശങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിപ്പയിൽ കൂടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൽ നിന്നും നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വേണം എടുക്കാനായിട്ട്. ഇത് കുറച്ചധികം നമ്മൾ ചകിരി ഇതുപോലെ കരിയിച്ച് ഒരു ഡപ്പയിൽ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതിയാകും. ചകിരി വെച്ചിട്ടുള്ള കരി വെച്ച് 2 തരം ഹെയർ ഡേ ആണ് ഞാൻ കാണിക്കുന്നത്. ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കുന്ന നാച്ചുറൽ ഹെയർ ഡേയും അതുപോലെ തന്നെ പെർമനന്റ് ആയിട്ട് തലമുടിയിൽ കുറച്ച് ദിവസം നല്ല കറുത്ത കളറിൽ മുടി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നാച്ചുറലായിട്ട് തയ്യാറാക്കി എടുക്കുന്ന ഹെയർ ഡേയും ആണ്. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഡൈ തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ 1 സ്പൂൺ ചകിരി കരിയിച്ചത് എടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ആലുവേര ജെല്ല് ഇതിൽ ചേർത്ത് ഒരു കുഴമ്പ് രൂപത്തിലാക്കി കുഴച്ചെടുക്കുക. ആലുവേര ജെല്ലിന് പകരം കറ്റാർ വാഴ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജെല്ല് എടുത്താലും മതിയാവും. ഇനി ഇത് കുഴമ്പ് പരുവത്തിൽ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. കണ്ടില്ലേ, നല്ല കറുത്ത കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് വീണ്ടും 1 സ്പൂൺ ചകിരി കരിയിച്ചത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്ത് കുഴമ്പ് പരുവത്തിലാക്കിയെടുക്കാം. ഇപ്പോൾ കറ്റാർവാഴ ജെല്ലുണ്ടെങ്കിൽ അതെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഇത് കുഴച്ച് കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കുക. രണ്ടും നല്ല കറുത്ത കളറാണ് നൽകുന്നത്. കുറച്ചും കൂടെ നല്ലത് കറ്റാർവാഴയുടെ ജെല്ല് ഉപയോഗിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നതാണ്. ഇത് കണ്ടില്ലേ, നല്ല കറുത്ത കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കെമിക്കൽസ് അടങ്ങിയ ഡൈ അടിക്കാൻ താല്പര്യമില്ലാത്തവർക്കും അല്ലെങ്കിൽ ഡൈ ഉപയോഗിക്കുമ്പോൾ അലർജി പ്രശ്നങ്ങൾ ഉള്ളവർക്കും ഡൈ അടിക്കാൻ താല്പര്യമില്ലാത്തവർക്കും ഫങ്ഷൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുന്ന സമയത്തൊക്കെ പെട്ടെന്ന് നമുക്ക് നരച്ച മുടിയുള്ള ഭാഗത്ത് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കിയത് കൊണ്ട് തന്നെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് ഇത് കഴുകിക്കളയാവുന്നതാണ്. പെർമനന്റ് ആയിട്ട് ഒരുപാട് ദിവസം കറുത്ത കളറ് നിൽക്കില്ല. ഇത് കഴുകിക്കളയാവുന്നതാണ്. ഈ ഡൈ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒലിച്ചിറങ്ങിയൊന്നും വരില്ല. നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോൾ നല്ലോണം ഡ്രൈ ആകും. ഇത് നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് കയ്യിലൊന്നും പറ്റിപ്പിടിക്കില്ല. രണ്ടാമത്തേതെന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ട് തയ്യാറാക്കുന്ന ഡൈ ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇനി ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മൾ ചകിരി കരിയിച്ച പൊടി ഇട്ട് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഹെന്ന പൗഡർ ആണ്. നരച്ച മുടി അകറ്റാൻ ചെയ്യുന്ന പ്രകൃതിദത്തമായ മാർഗമാണ് ഹെന്ന. പലപ്പോഴും നമ്മളെ ബാധിക്കുന്ന പ്രധാന കാരണമാണ് മുടി കൊഴിച്ചിലും താരനും. ഇതിന് കാരണം നമ്മുടെ ജീവിത ശൈലികളാണ്. പലപ്പോഴും ചെറിയ പ്രായത്തിൽ തന്നെ മുടി പകുതിയിലധികവും നരച്ചവർ കുറച്ചൊന്നുമല്ല.
മാത്രമല്ല ഇന്നത്തെ കാലത്തുള്ളത്. എന്നാൽ അതിനു വേണ്ടിയിട്ട് കെമിക്കൽ അടങ്ങിയ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ തലയിലുള്ള മുടിയും കൂടി പോകുന്നു. എന്നാൽ ഇതിനെ തടയിടാൻ പലരും സ്വീകരിക്കുന്ന മാർഗം ഹെന്ന ഉപയോഗിക്കുക എന്നതാണ്. മുടിയുടെ നര മറയ്ക്കാൻ ഉപയോഗിക്കുന്ന പ്രകൃതിദത്തമായ മാർഗമാണ് ഹെന്ന. ഹെന്ന നരച്ച മുടിക്ക് മാത്രമല്ല, മുടിക്ക് കട്ടി തോന്നിപ്പിക്കാനും താരൻ അകറ്റാനും തലയ്ക്ക് കൂടുതൽ തണുപ്പ് നൽകാനും ഹെന്ന വളരെയധികം പ്രയോജനപ്രദമാണ്. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈലാഞ്ചിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നെല്ലിക്കപ്പൊടിയാണ്. അപ്പൊ നെല്ലിക്കപ്പൊടി എന്ന് പറഞ്ഞാൽ മുടിക്കുള്ള ഒരു അമൃതമായിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കപ്പെടുന്നത്. നെല്ലിക്ക വൈറ്റമിൻ സി ആൽ സമ്പുഷ്ടമാണ്. മുടി നരയ്ക്കുന്നത് തടയാൻ മാത്രമല്ല, മുടി നന്നായിട്ട് വളരാനും മുടിയുടെ നര മാറി കറുപ്പ് നിറം ആകാനുമെല്ലാം നെല്ലിക്കപ്പൊടി നല്ലതാണ്. അതുപോലെ തന്നെ മുടിയുടെ പല പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊരു മരുന്നാണ് ഈ നെല്ലിക്കപ്പൊടി. പ്രകൃതിദത്ത കണ്ടീഷണറായി പ്രവർത്തിക്കുകയും കട്ടിയുള്ളതും ശക്തവുമായിട്ട് മുടി വളരുവാനും ഈ നെല്ലിക്കപ്പൊടി സഹായിക്കുന്നുണ്ട്. നമ്മുടെ മുടിക്കും ചർമ്മത്തിനും അത്ഭുതകരമായിട്ടുള്ള ഫലങ്ങൾ സമ്മാനിക്കുവാൻ ഈ നെല്ലിക്കപ്പൊടിക്ക് കഴിയും. അതുപോലെ തന്നെ നെല്ലിക്കപ്പൊടി ഉപയോഗിക്കുന്നതിലൂടെ അടിഞ്ഞുകൂടിയ താരനെ മാറ്റാനും താരൻ മൂലം ഉണ്ടാകുന്ന ചൊറിച്ചിൽ ഒഴിവാക്കുന്ന ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളും ഇതിൽ ഉണ്ട്. അതുപോലെ തന്നെ ശിരോചർമ്മം വൃത്തിയാക്കാനും പരിപോഷിപ്പിക്കാനും മുടിക്ക് തിളക്കം നൽകുവാനും നെല്ലിക്കപ്പൊടിക്ക് കഴിവുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ പൊടി മലിനീകരണം, ഹെയർ സ്റ്റൈലിംഗ് ഉപകരണങ്ങൾ എന്നിവ മൂലമുണ്ടാകുന്ന കേടുപാടുകളിൽ നിന്ന് മുടിയെ സംരക്ഷിക്കുന്നതിനും ഇത് സാധിക്കും. അതുപോലെ തന്നെ അകാല നരയിൽ നിന്ന് മുടിയെ തടയാനും നെല്ലിക്കപ്പൊടിക്ക് സാധിക്കുന്നതാണ്. നെല്ലിക്കപ്പൊടി ഉപയോഗിക്കുന്നതിലൂടെ മുടി നാരുകളെ ശക്തിപ്പെടുത്തുകയും മുടി കൊഴിച്ചിൽ തടയുകയും ചെയ്യും. മുടിയുടെ സ്വാഭാവിക നിറം നിലനിർത്താൻ നെല്ലിക്കപ്പൊടി ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടി ഇടാം. നെല്ലിക്കപ്പൊടി ഉപയോഗിക്കുമ്പോൾ തലവേദന ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. പാത്രത്തിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. ഇനി അടുത്തതായിട്ട് വേണ്ടത് ചായപ്പൊടിയാണ്. നരച്ച മുടി കറുപ്പിക്കുന്നതിന് ഏറ്റവും ഉത്തമമായ ഒരു പരിഹാരമാണ് ചായപ്പൊടി. മുടി നരയ്ക്കുക എന്നത് എല്ലാവർക്കും ടെൻഷനുള്ള കാര്യമാണ്. ഇന്നത്തെ കാലത്ത് വളരെ ചെറിയ പ്രായം മുതൽ 10-12 വയസ്സ് ഉള്ള കുട്ടികൾ മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ 1-2 നരകൾ കണ്ടു തുടങ്ങും. ഈ 1-2 നരകൾ കണ്ടു തുടങ്ങി 20-25 വയസ്സാകുമ്പോൾ നല്ല നരയായിട്ട് മാറും. നര എന്ന് പറയുന്നത് എല്ലാവരെയും സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ ഉറക്കശീലം എല്ലാം തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പെട്ടെന്ന് മുടി നരച്ചു തുടങ്ങും. 20 വയസ്സ് കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിലും മുടി നരച്ചു തുടങ്ങാം. ചായപ്പൊടി തലയോട്ടിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള മുടി കൊഴിച്ചിൽ മാറി മുടി വളർച്ച കൂടുതൽ വേഗത്തിലാക്കുകയും നരച്ച മുടി കറുപ്പിക്കുന്നതിനും ഒക്കെ സഹായിക്കും. ഇപ്പൊ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ടേബിൾ സ്പൂൺ ഇല്ല എങ്കിൽ 4 ടീസ്പൂൺ ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതെല്ലാം വറ്റി തേയിലയുടെ ആ സത്തെല്ലാം ഒന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം. കുറച്ച് സമയം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ ഇതെല്ലാം വറ്റി അരക്കപ്പായിട്ട് ഇതാ വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കി ഇതിന്റെ ചൂട് മാറാൻ വേണ്ടിട്ട് മാറ്റിവെക്കാം. ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ ഇതാ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു അരിപ്പയിലേക്ക് അരിച്ചൊഴിക്കാം. ഇനി മുഴുവൻ കട്ടൻ ചായയും വീണ് കിട്ടുന്നതിന് വേണ്ടിട്ട് ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ചോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമില്ല, ഇത് മാറ്റാം. മുടി കൊഴിച്ചിൽ തടയാനും നരച്ച മുടി കറുപ്പിക്കാനും എല്ലാം സഹായിക്കുന്ന അത്യുഗ്രം പ്രതിവിധിയാണ് കട്ടൻ ചായ. കട്ടൻ ചായ ഒരു പ്രകൃതിദത്ത കേശ സംരക്ഷണ വിദ്യയാണ്. ചായയിലെ ഗുണങ്ങൾ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും മുടിയുടെ സ്വാഭാവിക നിറം വർദ്ധിപ്പിക്കുന്നതിനും മുടിയുടെ തിളക്കം കൂട്ടുന്നതിനും സഹായിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ചൂടൊക്കെ മാറി നല്ല കടുപ്പത്തിലുള്ള കുറുകിയ കട്ടൻ ചായ ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് പരുവത്തിൽ ആക്കിയെടുക്കാം. ബാക്കി കട്ടൻ ചായ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക. അടുത്ത ഡൈ തയ്യാറാക്കുന്ന സമയം നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ നല്ല കുഴമ്പ് പരുവത്തിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് ഇത് മാറ്റാം. അപ്പൊ അത് ഇരുമ്പ് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ടീനേജിന് അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്കൊക്കെ നര കാണാറുണ്ട്. ഈ നാച്ചുറൽ ഹെയർ ഡൈ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല ബെറ്റർ ആണ്. പിന്നെ വരുന്ന മുടി നരയ്ക്കാതെ നല്ല കറുത്ത മുടി വളർന്നു വരാൻ തുടങ്ങും. ചെറുപ്പത്തിലെ ഇത് ചെയ്യുക. വന്നു കഴിഞ്ഞിട്ട് ചെയ്യുന്നതിനേക്കാളും ചെറുപ്പത്തിലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഡൈ ഇരുമ്പ് ചട്ടിയിലാക്കി ഈ ഡൈ എന്ത് ചെയ്യണം, ഒരു രാത്രി ഇങ്ങനെ തന്നെ വെക്കുക. ഇരുമ്പ് ചട്ടിയുടെ ഇരുമ്പ് സത്തൊക്കെ ഇറങ്ങി നല്ല സ്ട്രോങ് ആയിട്ട് ഈ ഡൈ കിട്ടും. ഇത് ഒരു രാത്രി മുഴുവൻ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഇരുമ്പ് ചട്ടിയുടെ ഇരുമ്പ് സത്തെല്ലാം ഇറങ്ങി ഇരിപ്പുണ്ട്. 4 പ്രാവശ്യം ചെയ്യുക. നല്ല ചേഞ്ച് ആവുമ്പോൾ മാസത്തിൽ 1 പ്രാവശ്യം ചെയ്താൽ മതിയാകും.
കെമിക്കൽ ഡൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുടി സാവകാശം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മുടി നശിപ്പിക്കുകയാണ് ഇതിലും ചെയ്യുന്നത്. ഇങ്ങനത്തെ നാച്ചുറൽ ഹെയർ ഡൈ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികൾ പോലും നര കാണാറുണ്ട്. നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ ഫുഡും ഒക്കെയാണ് ഈ നര വരുന്നതിന് കാരണം. നമ്മൾ നര മാറുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് കെമിക്കൽസ് അടങ്ങിയ ഡൈകളാണ്. ഈ കെമിക്കൽസ് അടങ്ങിയ ഡൈകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരുപാട് ദോഷങ്ങളുണ്ട്. അപ്പം അങ്ങനെ കെമിക്കൽസ് അടങ്ങിയ ഡൈകൾ മാറി മാറി ഉപയോഗിക്കുന്നത് മൂലം മുടി പൊഴിയാനും അതുപോലെ തന്നെ പല രോഗങ്ങൾ വരാനും കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ ക്യാൻസറിന് കാരണമാകുന്ന പല രാസവസ്തുക്കളും ഈ കെമിക്കൽ അടങ്ങിയ ഡൈകളിൽ അടങ്ങിയിട്ടുണ്ട്. നരയുള്ള മുടിയിൽ അപ്ലൈ ചെയ്ത് 1 മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം കഴുകിക്കളയാവുന്നതാണ്. വേണമെങ്കിൽ മാത്രം താളിയോ അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ മൈൽഡ് ഷാമ്പൂ ഉപയോഗിച്ച് കഴുകിക്കളയുക. ആദ്യം ആഴ്ചയിൽ 4 ദിവസം ഇത് അപ്ലൈ ചെയ്യുക. പിന്നെ മാസത്തിൽ 1 പ്രാവശ്യം നമുക്ക് ചെയ്താൽ മതിയാകും. നല്ല കറുത്ത നിറത്തിലുള്ള മുടി നമുക്ക് തന്നെ കാണാൻ പറ്റും. 2 തരത്തിലുള്ള ഡൈകളാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഒന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് കഴുകി കളയുന്ന രീതിയിലുള്ള ഡൈയും, രണ്ടാമത്തെ പെർമനന്റ് ആയിട്ട് കുറച്ച് നാള് നമുക്ക് കറുത്ത നിറം മുടിയിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹെയർ ഡൈയുമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആഴ്ചയിൽ 4 ദിവസം ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ നല്ല മാറ്റമൊക്കെ വരുന്ന സമയത്ത് മാസത്തിൽ 1 പ്രാവശ്യം ചെയ്താൽ മതിയാകും. മുടിക്ക് നല്ല റിസൾട്ട് കിട്ടും. മുടി പൊഴിച്ചിലൊക്കെ മാറി, അതുപോലെ തന്നെ താരനുണ്ടെങ്കിൽ താരനും പേന്റെ ശല്യമൊക്കെ മാറി മുടി നല്ല കറുപ്പ് നിറം കിട്ടുന്നതിന് ഇത് സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കാണിച്ച 2 ഡൈയും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്